ഞാൻ ഇന്നൊരു സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ പേര് മലയാളി ഫ്രം ഇന്ത്യ. ഞാൻ രേവതി സിനിമാക്സിനാണ് സിനിമ കാണാൻ പോയത്. കൊല്ലം ജില്ലയിൽ പാലപ്പള്ളിയിലാണ്. തിയേറ്ററിൽ മൊത്തം 3 സ്ക്രീനുണ്ട്. 3 സ്ക്രീനുണ്ട്. നമ്മൾ ഏകദേശം ഒരു 8:45 നമ്മൾ തിയേറ്ററിൽ എത്തി. 9 മണിക്കാണ് നമുക്ക് സിനിമ. 9 മണിക്കാണ് സിനിമ. പിന്നെ അത്യാവശ്യം തിയേറ്ററിൽ തിരക്ക് കുറവായിരുന്നു. നമ്മൾ എത്തിയ സമയത്ത് തിയേറ്ററിൽ തിരക്ക് കുറവായിരുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിരുന്നു സിനിമ. മുകളിലുള്ള സ്ക്രീനിലായിരുന്നു സിനിമ. നമുക്ക് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ, അതിനകത്ത് നിവിൻ പോളി ഉണ്ട്, പിന്നെ അനശ്വര ഉണ്ട്, പിന്നെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, മഞ്ജു പിള്ളയുണ്ട്, ഷൈൻഡോ ചാക്കോ ഉണ്ട്, പിന്നെ സലീം കുമാർ ഉണ്ട്. സിനിമയെ പറ്റി ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ചെറിയ എന്തോ ഒരു ലാഗ് പോലെ തോന്നിയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കിടിലമായിരുന്നു. എടുത്തു പറയേണ്ടത് സിനിമയ്ക്കകത്ത് ഈ മരുഭൂമിക്കകത്ത് പച്ചക്കൃഷി ചെയ്യുന്നത്, പിന്നെ സിനിമയിൽ നല്ല കോമഡിയും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ മതവും രാഷ്ട്രീയവും ഒക്കെയാണ് സിനിമയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സിനിമയെ പറ്റി എൻ്റെ കൂടെ വന്നവരൊക്കെ നമ്മൾ 8 പേരുണ്ടായിരുന്നു. ആ കൂടെ വന്നവർക്കെല്ലാം സിനിമ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സിനിമ അത്യാവശ്യം ബോറായിട്ടും തോന്നിയില്ല. അതായത് മറ്റേ വർഷങ്ങൾക്ക് ശേഷം അത്ര അതിൻ്റെ ഒരു ചെറിയ കോമഡി, അതിൻ്റെ അത്ര കോമഡി വരത്തില്ല സിനിമയ്ക്കകത്ത്. രണ്ടും 2 കഥയാണ്. അപ്പോൾ സിനിമ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ കൂടെ വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു സിനിമ. പിന്നെ ഞാൻ എല്ലാവരും സിനിമയെ പറ്റി ഓവറായിട്ട് ഫുള്ളായിട്ട് പറയുന്നില്ല. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അതിനാണ് ഞാൻ സിനിമയുടെ ഫുള്ള് കാര്യങ്ങളും പറയാത്തത്. എൻ്റെ ക്യാരക്ടർ പറയുന്നില്ല. എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ സിനിമയെ പറ്റി റിവ്യൂ പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് ഒന്നുകൂടെ പറയാം, സിനിമ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. ബോറായിട്ട് തോന്നിയില്ല. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ വീഡിയോസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നവർ ചോദിക്കാറുണ്ട്. നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.